പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിങ് ആണ് എന്ന് പറഞ്ഞ ഉടനെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താണില്ല എന്തായാലും വന്നിരിക്കുന്നു. ഞാനില്ല അതെന്താ ആഘോഷം. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചേട്ടൻ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. എനിക്കൊന്നല്ല നല്ല ആദ്യമായിട്ടാണ് ഗോൾഡ് അല്ലാത്തൊരു ഷൂട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്തത് അല്ലേ? അതെ 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 അതെ. ഒരു റീൽസിൻ്റെ ഒരു പരിചയമാണ്. നല്ല ആദ്യമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നമുക്ക് റീൽ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂവിൽ വെച്ചു കേരള മതിര. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു ഒന്നല്ല 2-3 റീൽസ് ചെയ്തല്ലേ? ഒരു ദിവസം ഷൂട്ട് വെച്ച് റീൽസ് ചെയ്ത് അങ്ങനത്തെ ഒരു പരിചയമാണ്. അപ്പോൾ ഇപ്പം പെട്ടെന്നാണ് വിളിച്ചത്. ഞാൻ ഇങ്ങനെ OTT ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പുതിയൊരു സിനിമ സീരീസ് റിലീസാവുകയാണ്. സിനിമ പോലല്ലേ? എന്തോ സിനിമ ചെയ്യുന്ന പോലെ ചെയ്തെന്നാ പറഞ്ഞത്. അത്രയും വലിയ യൂണിറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചേട്ടാ അതിന്ന് ലോഞ്ചാണ്, ഐശ്വര്യമായിട്ടൊന്ന് തുടങ്ങി തരണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങളെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് വിളിച്ചു പെട്ടെന്ന് വന്ന്. NMX സീരീസ് എന്നാണ് OTT പ്ലാറ്റ്ഫോമിൻ്റെ നെയിം. എല്ലാവരും നോട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലോട്ടും എത്തിക്കുക. ഇന്ന് ട്രെയിലർ ഇവിടെ മുകേഷ് അണ്ണ ജോയിൻ ചെയ്യും, കാണുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താ സീരീസുകൾ സ്വന്തം ഇല്ല. ഇപ്പം ഇതിൻ്റെ പേരെന്താണ്? പുതിയ സീരീസിൻ്റെ ഒരുപാട് കഥകൾ, ഒരുപാട് നമ്മളിപ്പോൾ കാണിക്കാൻ ലോല കോട്ടേജ്, പിന്നെ പാൽക്കാരൻ പയ്യൻ, 16 തികയാത്ത പാൽക്കാരൻ, മറ്റേ സെന്റ് തെരേസസ് കോളേജിൽ പാൽ കൊടുത്തപ്പോൾ അതൊക്കെയാണ് മരണം. അതുമായിട്ട് ഇത് വിലയിരുത്തല്ല. അത് ആദ്യം യാതൊരു ബന്ധമില്ല. എനിക്ക് അല്ലാതെ ഒരുപാട് അവസരമുണ്ട്. അലൻസിയർ വന്ന് അഭിനയിച്ചില്ലേ? അപ്പോൾ മുകേഷ് ഏട്ടനെ പറ്റിയ ക്യാരക്ടർ പുള്ളിയും ചെയ്യും. തീർച്ചയായിട്ടും അലൻസിയർ സാർ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? എന്ത് വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ പോലെ വലിയ ആർട്ടിസ്റ്റൊക്കെ വന്ന് അതിൻ്റെ തൊഴിലായിട്ട് കാണുന്നു. ജോലിയാണല്ലോ അത്. ലോല കോട്ടേജ്. അപ്പോൾ ഫസ്റ്റ് റിലീസ് ആകാൻ പോകുന്നത് ഏതായിരിക്കും? ഒരുമിച്ചാണല്ലേ? എല്ലാം അവൈലബിൾ ആയിരിക്കും. 3-4 കണ്ടിന്യൂസ് ആയിട്ട് ഇനി പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഇപ്പോൾ അവൈലബിൾ ആണ്. NMX സീരീസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും. നമ്മളിവിടെ ലിങ്ക് കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാ, എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് ലിങ്ക്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറാം. ഇത് എത്ര ദിവസം എടുത്തത് ചെയ്യാനായിട്ട്? ഒത്തിരി ദിവസം എടുത്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് അങ്ങനെ ഭയങ്കര സ്പീഡാക്കിയിട്ടോ അല്ലെങ്കിൽ ഹരിബറാക്കിയിട്ടോ ഒന്നും ചെയ്തില്ല. മുകേഷേട്ട നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ക്രൂവിനെ വെച്ചു എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഇനി ഇവർ കാണട്ടെ, വിലയിരുത്തിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. ഡയറക്ടറായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ക്രൂ നമ്മളെ കൂടെ നിന്നുകൊണ്ട് ഹാപ്പി ആയിട്ട് ഒരു ബിസിനസ് ആപ്റ്റല്ലാണോ തോന്നുന്നത്. അപ്പോൾ 18+ സോഫ്റ്റ് ഫോൺ വീഡിയോസ് എടുക്കാം, സീരീസുകൾ ഇറക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വിജയിപ്പിക്കൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ടും ഉണ്ട്. ഇല്ല, നമ്മൾ തന്നെ പ്രൊഡക്ഷനും നമ്മൾ തന്നെ മീൻസ് സ്ക്രിപ്റ്റ് കേട്ട് നോക്കും. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഓക്കെ ആണെങ്കിൽ കൊടുക്കും. നല്ലതാണെങ്കിൽ പല ഡയറക്ടേഴ്സിൻ്റെ വിഷ്വല് വേറെ പല രീതിയിലുള്ളതാണ്. നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ വിട്ടുകളയും. ഒരു ബിഗ് കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയുന്നത്. ഇന്നാണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ ഒരു വലിയ സിനിമ ചെയ്യുന്നുണ്ട്, സിനിമയിലേക്ക് മാറുകയാണെങ്കിൽ എന്തൊക്കെയോ ഡിസ്കഷനൊക്കെ ആയി തോന്നുന്നു. അതൊരു സൈഡിൽ നടക്കുന്നു.
ഒരുപാട് പുതുമുഖങ്ങൾക്കായിരിക്കും അവസരം ഇപ്പോൾ അതിൽ കൂടുതൽ. നല്ല അഭിനേതാവ് ആരാണ് അവർക്ക് കൊടുക്കും. സൗണ്ട് നല്ല അഭിനേതാവ് ആരാ അവർക്ക് കൊടുക്കും. അത് പുതുമുഖങ്ങളിൽ ഒരുപാട് പേരില്ലേ. അതെ അതെ, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്, കൊടുക്കും. ന്യൂഡ് പോൺ വീഡിയോസ് അല്ല 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 അല്ല, സോഫ്റ്റ് പോൺ കാറ്റഗറി പെടുന്ന അതെ, സോഫ്റ്റ് ഫോൺ വീഡിയോസ് മാത്രമേ. എല്ലാ മലയാള സിനിമയും വരുന്ന കാര്യങ്ങളൊക്കെ. അത് തന്നെ. പിന്നെ ഞാൻ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമുക്ക് ഈ ഒരു വീഡിയോ പോപ്കോൺ കഴിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം, തീർച്ചയായിട്ടും കാണാം. എനിക്കൊന്ന് ഒരു മലയാള സിനിമയിലെ 1-2 പ്രമുഖ നടന്മാരെ അവിടെ വിസിറ്റ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടിട്ടുണ്ട്, വിഷ്വൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണോ എന്നുള്ളതാ ചോദിച്ചത്. പിന്നെ അലൻസിയർ സാർ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു അതിൻ്റെ അകത്ത് ഒരു പുള്ളി നല്ല ക്യാരക്ടർ നോക്കി ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അത് ഇത്രയേ ഉള്ളൂ. നീലാനമ്പ്യ പ്രൊഡക്ഷൻ ചെയ്തു 18+ മൂവി എന്നൊക്കെ പറയുമ്പോൾ പലതും പ്രതീക്ഷിക്കും. അതല്ല നമ്മൾ ഇട്ടിട്ടുള്ള വിഷ്വൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനുള്ള ഉപരി സിനിമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്യൂറേഷൻ 20 to 23 പിന്നെ ആഡ് വരും.